നോമ്പുകാലം രണ്ടാം വ്യാഴം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ആണിയിടരുത്. സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തെ കൂട്ടുപിടിച്ച് ലൗകിക വിഷയങ്ങൾ നേടിയെടുക്കാൻ പരിശ്രമിക്കുന്ന മനുഷ്യർക്കുള്ള ശക്തമായ താക്കീതാണ് ഇന്നത്തെ ചിന്താവിഷയം. സ്വർഗം ദൈവത്തിന്റെ സിംഹാസനവും ഭൂമി പാദപീഠവും ദേവാലയം സ്ഥിതി ചെയ്യുന്ന ജെറുസലേം രാജാവിന്റെ നഗരവും എന്നതുപോലെ തന്നെ മനുഷ്യനിലെ ഏറ്റവും നിസ്സാരമായ തലമുടിയിഴ പോലും ദൈവത്തിന്റെ പരിരക്ഷയിലായതിനാൽ ഇവയൊന്നിനെക്കൊണ്ടും ആണയിടുകയോ വാക്കുകൊടുക്കുകയോ അരുത്. കാരണം വാക്കിനാലാണ് സർവവും സൃഷ്ടിക്കപ്പെട്ടത്. ദൈവത്തിന്റെ വാക്ക് വചനമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു. അത് ദൈവത്തോടു കൂടെ ആയിരുന്നു. വചനം ദൈവമായിരുന്നു. ഓരോ മനുഷ്യ സൃഷ്ടിയും ദൈവത്തിന്റെ വാക്കിന്റെ പ്രതിഫലനങ്ങളാണ്. അവന് നൽകപ്പെട്ട സംവേദനശേഷിയും ദൈവനിവേശിതമാണ്. അത് ദുരുപയോഗിക്കപ്പെടാനുള്ളതല്ല, നശീകരണത്തിനല്ല, സൃഷ്ടിപരമായി ഉപയോഗിക്കാനുള്ളതാണ്. സത്യസന്ധമായിരിക്കണം. അതെ എന്നോ അല്ല എന്നോ എന്ന ഉറച്ച നിലപാടുള്ളതായിരിക്കണം.